പ്രിയമുള്ളവരെ, ഞാൻ ചെറിയൊരു എക്സർസൈസ് കാണിച്ചു തരാം. അതായത് ഇപ്പം മുമ്പത്തെ പോലെയല്ല, കരൾ രോഗങ്ങളായിരുന്നു മുമ്പ് ഇഷ്ടം പോലെ, കരൾ മാറ്റിവെക്കൽ. ഇപ്പം കിഡ്നി മാറ്റിവെക്കലായി. ഡയാലിസിസിലോട്ട് എല്ലാവരും ഇപ്പോൾ ഡയാലിസിസിൻ്റെ ഒരു പേരാണ് കേൾക്കുന്നത് അല്ലേ. അതുപോലെ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം നമുക്ക് ഇത് വരാത്തവർക്കെങ്കിലും ഇത്തരം, കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും എല്ലാം ആയോ ഒന്നും നല്ലതില്ല. പൈസ കൊടുത്താലും നല്ല ഭക്ഷണമോ നല്ല വെള്ളമോ കിട്ടുന്നില്ല. അത്തരം ഒരു അവസ്ഥയിൽ കിഡ്നിക്ക് ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യത ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇന്ന് ചില മരുന്നുകളും നമ്മുടെ കിഡ്നീനെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം മോചനം നേടാനായിട്ട് കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി നമ്മളൊരു എക്സർസൈസ് ചെവിയിൽ ചെയ്യുന്നത് നല്ലതാണ്. കാരണം കിഡ്നിയുടെ എക്സ്റ്റേണൽ ഓർഗനായിട്ടാണ് ചൈനീസ് മെഡിസിൻ ചെവിനെ പറയുന്നത്. അപ്പോൾ ആ ചെവിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്താൽ വളരെ നല്ല മാറ്റം കിഡ്നിക്ക് ഉണ്ടാവും, ശരീരത്തിനുണ്ടാവും. യൗവനം നിലനിർത്താൻ പോലുമുള്ള കഴിവ് ഈ ചെവിനെ മസാജ് ചെയ്യുമ്പോൾ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ഓറിക്കുലാർ അക്യുപങ്ചർ എന്ന് പറഞ്ഞിട്ടൊരു മേഖല തന്നെ വേറെ ഉണ്ട്. അപ്പം എന്തായാലും ഞാനത് കാണിക്കാം. കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി ഡെയിലി ഒരു 10-20 പ്രാവശ്യം വെച്ചിട്ട് ഓരോ ഭാഗവും ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്താൽ വളരെയധികം മാറ്റം നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ തുടങ്ങാം. നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തു. ബാക്കിൽ പിടിച്ചു. ഇത് ഷെൻമൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ പുഷ് ചെയ്താൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും, മാനസികമായിട്ടുള്ള സ്ട്രെസ് കുറയും, ടെൻഷൻ കുറയും. ആ ഒരു പോയിന്റാണ് ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മുടെ ഇത് ബാക്ക് ബോണായിട്ടാണ് പറയുന്നത്. നമ്മുടെ ബാക്ക് ബോണിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്ത് മസാജ് ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ പുഷ് ചെയ്യണതും നല്ലതാണ്. കുറേ കൂടി എഫക്റ്റ് ഇതാണ്. നമുക്ക് നട്ടലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചില ഭാഗത്ത് വരുമ്പോൾ നല്ല വേദന വരും, കഠിനമായ വേദന വരും. അപ്പോൾ ആ ഭാഗത്ത് കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുക എന്നാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, കാരണം എനിക്ക് ഈ ഒരു ഏരിയ വരുമ്പോൾ നല്ല വേദന വരുന്നുണ്ട്. നമ്മൾ ഈ നഖം വെച്ച് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഈ ഭാഗം, ഉൾഭാഗം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു പോർഷൻ പുഷ് ചെയ്യുക. പിന്നെ ഈ നമ്മുടെ ഈ ഹോളിനെ രണ്ടിനെയും കൂടി ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടൊരു 90 ഡിഗ്രി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിട്ടു കൊടുക്കുക. അത് കിഡ്നിയിലേക്ക് ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്നവരാണ്. ഇങ്ങനെ ടിപ്പ് 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 എന്ന് പറഞ്ഞുള്ള ശബ്ദം വരും. ആ ശബ്ദം ഡയറക്റ്റായിട്ട് നമ്മുടെ കിഡ്നിയിലേക്ക് ചെല്ലുന്നതാണ്. നല്ലൊരു ആക്ഷൻ കിട്ടുന്നതാണ് കിഡ്നിക്ക്. കൂടാതെ നമ്മുടെ ഈ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ, സ്ഥിരമായിട്ട് ചെയ്യണമുണ്ടോ, പുഷ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ യൗവനം നിലനിൽക്കുന്നതാണ്. മുഖത്ത് വരെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് പയ്യെ ഇങ്ങനെ ചെറുതായിട്ട്, എന്നാൽ ഒരുവിധം മീഡിയം ലെവലിൽ വലിച്ചു കൊടുക്കുക. മുഴുവനായിട്ടൊന്ന് മസാജ് ചെയ്യുക. ചെവി വേദനയുള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം ചെയ്യുക. ഈ ടിനിറ്റസ് രോഗം, അതായത് ചെവിയിൽ മൂളക്കം വരുന്ന ചിലരുണ്ട്. ഈച്ച പോയ പോലെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്ന കുറേ രോഗമുണ്ട്. ആ ഒരു രോഗം വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എപ്പോഴും ചെവിയിൽ ഈച്ച പോയ പോലെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവർക്കും ഈ ഒരു പോർഷൻ ഞാൻ ആദ്യം കാണിച്ചതാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. ചെവിനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തതാണ് കേട്ടോ. എന്തായാലും എല്ലാവരും കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി ചെയ്യുക. ഒരുപാട് ഗുണമുള്ളതാണ്, നിസ്സാരമായി കാണണ്ട. വീട്ടിലിരുന്ന് ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.